ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ ഒരു 4 മണി പലഹാരമാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ: അവിൽ, പഴം നുറുക്കിയത്, തേങ്ങ ചിരവിയത്, പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ പനങ്കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ഏലക്ക, ജീരകം പൊടിച്ചത്. ഇത്രയും ചേരുവകൾ വെച്ചാണ് ഞാൻ ഡിഷ് ഉണ്ടാക്കുന്നത്. ആദ്യമായി നെയ്യ്, 1 സ്പൂൺ നെയ്യ് ഇട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ പഴം ഒന്ന് വഴറ്റുക. പഴം ഒന്ന് നെയ്യിലിരുന്ന് മെൽറ്റായി അതിൽ നിന്ന് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ മൂപ്പിക്കരുത്, അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് പഴമൊന്ന് മാറ്റി വയ്ക്കുക. അടുത്തതായി പഴം മാറ്റിയതിന് ശേഷം നമ്മുടെ കൽക്കണ്ടം ഒന്ന് അതേ പാത്രത്തിലേക്ക് തന്നെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. ശർക്കരയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കുന്നതിലും നല്ലത് പനങ്കൽക്കണ്ടമാണിത്. ഇത് എല്ലാ കടകളിലും കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഇതൊന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് തേങ്ങ ചേർക്കുക. അടുത്തതായി ഇതിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങയും ഈ പനങ്കൽക്കണ്ടം ഉരുകിയതും ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച നല്ല ജീരകം, ഏലക്ക പൊടിച്ചത് ഒരൽപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര, നാളികേരവും ഇത് മെൽറ്റായതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ തേങ്ങയും പനങ്കൽക്കണ്ടം ഉരുകിയതും എല്ലാം കൂടെ നല്ലൊരു വെള്ളം മുഴുവനായി വറ്റാതെ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ എടുക്കുക. അതിനുശേഷം പഴം വഴറ്റി വെച്ചതിലേക്കിടുക. പിന്നെ ഇതിനോടൊപ്പം ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ചേർക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഒന്ന് ചേർക്കുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ കുട്ടികൾക്കൊക്കെ പഴം മാത്രം കഴിക്കാൻ പറഞ്ഞാൽ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാൽ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രുചികരമായ പോഷകസമൃദ്ധമായ നല്ലൊരു 4 മണി പലഹാരമായി. ഞാനിതിൽ ചേർത്തിരിക്കുന്ന നെയ്യ് വാങ്ങിച്ചതല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഡെയിലി തൈരിനൊഴിച്ച് വയ്ക്കുന്ന പാലിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന വെണ്ണയാണ് ഞാനിതിൽ ഉപയോഗിച്ചത്. അപ്പം 4 മണി പലഹാരം റെഡിയായി. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് ചായയോടൊപ്പമോ പാലിനൊപ്പമോ കൊടുക്കാം. മുതിർന്നവർക്കും കഴിക്കാം. പകൽ സമയത്താണെങ്കിൽ 11 മണിയാവുമ്പം കുട്ടികൾക്കിത് ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.